വെൽക്കം ഓൾ ഓഫ് യു. തൈമോനാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി ഈ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ. ഫസ്റ്റ് വീഡിയോ വാസ് അബൌട്ട് അനാറ്റമി ഓഫ് ഹാർട്ട്. ഇവിടെ ഈ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർഡിയാക് ബ്ലഡ് സപ്ലൈ ആണ്. ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ. ഹൃദയത്തിൽ എങ്ങനെ രക്തം ലഭിക്കുന്നു? സോ ഹൃദയമാണ് എല്ലാ ഭാഗത്തേക്കും, ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തം നൽകുന്നത് ഹൃദയമാണ്. പക്ഷെ ഹൃദയത്തിന്റെ കോശങ്ങൾക്കും രക്തം വേണം. കാർഡിയോമയോസൈറ്റ്സിന് രക്തം വേണം, ബ്ലഡ് സപ്ലൈ വേണം. ആക്ച്വലി കാർഡിയോമയോസൈറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ രക്തം വേണ്ടത്. ബ്ലഡ് സപ്ലൈ ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. ബിക്കോസ് 24/7 ആണ് അത് വർക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്താലാണ് ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്തു. സോ ഹൃദയത്തിന് രക്തം നൽകുന്ന ഈ ഹൃദയത്തിന്റെ രക്തക്കൊള്ളുകളെയാണ് നമ്മൾ കൊറോണറീസ് എന്ന് വിളിക്കുക. കൊറോണറീസ് എന്ന് നമ്മൾ വിളിക്കുക. സോ ആ സർക്കുലേഷൻ നമ്മൾ കൊറോണറി സർക്കുലേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ അപ്പോൾ ഓക്സിജൻ നിറഞ്ഞ രക്തം കൊടുക്കാൻ ഹൃദയത്തിന് കുറച്ച് രക്തക്കൊള്ളുകൾ വേണം. സോ അതിനെ നമ്മൾ കൊറോണറി, സി ഫോർ കൊറോണറി ആർട്ടറീസ് എന്ന് വിളിക്കും. ഓക്സിജൻ നൽകുന്നത്, ഓക്സിജൻ നിറഞ്ഞ ബ്ലഡ് നൽകുന്നത്, അത് തിരിച്ചു കൊണ്ടുപോകണം. തിരിച്ചു കൊണ്ടുപോകാൻ മീൻസ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകണം. അതിന് നമുക്ക് കൊറോണറി വെയിൻസ് വേണം. So we need coronary arteries to supply blood to the heart, and we need veins from the heart to again to the right atriumത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ coronary veins നമുക്ക് ആവശ്യം. So coronary circulation നമുക്കൊന്ന് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ is the blood vessels, coronary blood vessels which are specialized blood vessels or blood supply to the heart. ഹൃദയത്തിന് മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലഡ് സപ്ലൈ ആണ് കൊറോണറി സർക്കുലേഷൻ. സോ ഇത് ഇതിലെ കൂടി പോകുന്നു വെച്ചാൽ ഹൃദയത്തിന്റെ സർഫസുകളിൽ, സോ ഇത് ഉപരിതലത്തിൽ ചെറിയ ഗ്രൂവ്സ് നമുക്ക് കാണാം. ഇവിടെ ചെറിയ കുഴികൾ, കുഞ്ഞു കുഴികൾ, അതിലൂടെയാണ് പോവുക. ബ്ലഡ് വെസൽസ് ഈ ഗ്രൂവ്സിലൂടെയാണ് പോവുക. ഉദാഹരണത്തിന് ഒരു ഗ്രൂവിന്റെ പേര് പറഞ്ഞാൽ ആന്റീരിയർ, അല്ലെങ്കിൽ പുറകുവശത്താണെങ്കിൽ പോസ്റ്റീരിയർ ഇന്റർ വെൻട്രിക്കുലാർ സൾക്കസ്. സൾക്കസ് എന്ന് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പാണ്. സോ അതിലെ കൂടിയൊക്കെ ബ്ലഡ് വെസൽസ് പോകും. ഹൃദയത്തിലേക്കുള്ള ഈ ബ്ലഡ് സപ്ലൈ ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? ആരംഭിക്കുന്നത് അയോട്ടയിൽ നിന്നാണ്. കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് അയോട്ട ആരംഭിക്കുന്നത്. ഇതാണ് അയോട്ട. അയോട്ട ഇങ്ങനെ പോയി അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. സോ ഇതിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഹൃദയത്തിലേക്ക് വരിക. സോ അയോട്ടയുടെ ഒരു ബ്രാഞ്ച് ആണ് ഹൃദയത്തിലേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കാൻ വരുന്നത്. ഇനി ബ്ലഡ് സപ്ലൈ പോയി അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്നത് കാർഡിയാക് സൈനസിലാണ്. കാർഡിയാക് സൈനസ് എവിടെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാർഡിയാക് സൈനസ് റൈറ്റ് ഏട്രിയത്തിലാണ്. റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് കൊടുക്കുന്നത് 1 ഇൻഫീരിയർ വെനക്കാവ, 2 സുപ്പീരിയർ വെനക്കാവ, 3 കാർഡിയാക് സൈനസ് ഹൃദയത്തിൽ നിന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി ഇവയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊറോണറീസ് എന്ന് വിളിക്കാൻ കാരണം? കൊറോണറി ബ്ലഡ് വെസൽസ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ പ്രത്യേക അനാറ്റമിക്കൽ സ്ട്രക്ചർ. ഈ കൊറോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊറോണ കാലമൊക്കെ കഴിഞ്ഞാണ്. കൊറോണ എന്ന് വെച്ചാൽ കിരീടം എന്നാണ് അർത്ഥം, ഒരു ക്രൗൺ. സോ ഹൃദയത്തിന്റെ ഒരു ക്രൗൺ പോലെയാണ് ഇതിനെ കണ്ടിട്ട് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് അത് കൊറോണറീസ് എന്ന പേര് കൊടുക്കാനായിട്ട് കാരണം. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഇനി ഹൃദയത്തിന് ഏത് സമയത്താണ് രക്തം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൃദയത്തിന് എപ്പോഴും 2 പൊസിഷൻ ഉണ്ട്. ഒന്ന് ഹൃദയം ചുരുങ്ങിയിരിക്കുന്ന കൺട്രാക്ടൈൽ അവസ്ഥയുണ്ട്, ഹൃദയം ഡയസ്റ്റോളിക് അല്ലെങ്കിൽ വികസിച്ചിരിക്കുന്ന അവസ്ഥയാണ്. സോ ഹൃദയത്തിന് ബ്ലഡ് ലഭിക്കുന്നത് ഹൃദയം ഡയസ്റ്റോളിക് സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ്. ഇൻ ഡയസ്റ്റോളി, ഡയസ്റ്റോളി അഥവാ ഹൃദയം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഹൃദയത്തിന് രക്തം ലഭിക്കും. സോ ഈ സമയത്താണ് ഹൃദയത്തിന് രക്തം കൂടുതലായിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസ് എന്താണെന്ന് കാണാം. സോ കൊറോണറി ആർട്ടറീസ് എന്താണെന്ന് കാണുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു സവിശേഷത ഞാൻ പറയാം, ഒരു പ്രത്യേകത. ദീസ് ഓൾ ആർ എൻഡ് ആർട്ടറീസ്. എൻഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ഇല്ലാതെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറികളെയാണ് നമ്മൾ എൻഡ് ആർട്ടറീസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗത്ത്, ഇതൊരു ഭാഗമാണെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു രക്തക്കുഴലിൽ നിന്ന് മാത്രമായിരിക്കും ബ്ലഡ് കിട്ടുക. ഈ രക്തക്കുഴൽ ഇവിടെ മാത്രം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ബ്ലഡ് കൊടുക്കുക. ദാറ്റ് മീൻസ് ഇവിടേക്ക് മറ്റു രക്തക്കുഴലുകൾ ഒന്നും വരുന്നില്ല. 2 ആർട്ടറികൾ ഒരേ സ്ഥലത്ത് രക്തം കൊടുക്കുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് ഒരു ആർട്ടറി വന്ന് ഇവിടെയും കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആക്ച്വലി ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു തടസ്സം വന്നാൽ, ഇപ്പൊ ഇവിടെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇങ്ങോട്ടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെയാകും. ഹൃദയം നമുക്കറിയാം വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ ഓർഗൻ ആണ്. സോ ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിന് അത് വളരെ വളരെ ദോഷകരമാണ്. സോ അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് ആണ് ഇഷ്കീമിക് ഹേർട്ട് ഡിസീസസ് ഓർ ഇഷ്കീമിക് ഹേർട്ട് ഡാമേജസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ്. MI, അൻജൈന പോലുള്ള കാരണങ്ങൾ ഉണ്ടാക്കാം. സോ ദിസ് ഈസ് ബിക്കോസ് ദീസ് ആർ എൻഡ് ആർട്ടറീസ്. ഇനി കൊറോണറീസ് ആർട്ടറീസ് ആരംഭിക്കുന്നത് അസെൻഡിങ് അയോട്ടയിൽ നിന്നാണ്. അസെൻഡിങ് ആയിട്ട് ഇവിടെ വരച്ചിട്ടില്ല. ഇത് അയോട്ടയാണെങ്കിൽ ഇങ്ങനെ ആരംഭിക്കുന്നതാണ് അസെൻഡിങ്. ഇതിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇങ്ങോട്ടേക്ക് വരിക. ദെൻ ആദ്യം ഇങ്ങോട്ടേക്ക് ഒരു ബ്രാഞ്ച് വരുന്നു, ആൻഡ് ദെൻ ഇറ്റ് ഡിവൈഡ്സ് ഓർ ബൈഫർക്കേറ്റ്സ്, ഏത് വേണമെങ്കിലും പറയാം. ഡിവൈഡ്സ് ഇൻടു 2, 2 ആകും. ഒരെണ്ണം വലത് ഭാഗം, ഇതാണ് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. എപ്പോഴും ഓർക്കുക, ഒരെണ്ണം റൈറ്റ് സൈഡിലേക്ക് പോകും, ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിന് നമ്മൾ റൈറ്റ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയും. വലതുവശത്തേക്ക് പോകുന്നതുകൊണ്ട് റൈറ്റ് കൊറോണറി ആർട്ടറി ഓർ RCA എന്നായിരിക്കും ഞാൻ എഴുതുക. അപ്പോൾ ഇടതുവശത്തേക്ക് പോകുന്നതിന് നമുക്ക് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ്
ആർട്ടറീസ്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. സോ കൊറോണറി ആർട്ടറീസ് രണ്ട് തരം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആൻഡ് ഇത് രണ്ടും ഹൃദയത്തിലെ സൾക്കസ്, ഇതിന് പോകാൻ വേണ്ടിയുള്ള ചെറിയ ഗ്രൂവ്സ് ഉണ്ടാവും. ഈ ഗ്രൂവ്സിലൂടെയാണ് ഇത് പോവുക. ആൻഡ് ഈ രണ്ട് രക്തക്കൊള്ളുകളും പോകുന്നത് ഹൃദയത്തിന്റെ മുൻഭാഗത്തു കൂടെയാണ്. ഇപ്പോൾ ഹൃദയം നമ്മൾ വരച്ചു നോക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ മുൻഭാഗമുണ്ട് ഒരു പുറകോശം. ഇപ്പോൾ ഇത് ഹൃദയത്തിന്റെ പുറകോശം നമുക്ക് കാണാൻ പറ്റില്ല. സോ മുൻഭാഗത്തൂടെ പോകുന്നതാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഈ പുറകുഭാഗം ഞാൻ വരയ്ക്കുമ്പോഴത്തേക്കും അവിടെ കുത്തുകുത്ത്, ഇതാണ് ഡോട്ടഡ് ലൈൻ ആണ് പുറകുഭാഗത്തെ കാണിക്കാനായിട്ട് വരയ്ക്കും. സോ ആദ്യം മുൻഭാഗത്തേക്ക് വരും, എന്നിട്ട് അത് പുറകുഭാഗത്തേക്ക് പോകും. ഇനി നമുക്ക് ആദ്യം റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കാണാം. റൈറ്റ് കൊറോണറി ആർട്ടറിയെ നമ്മൾ RCA എന്നാണ് എഴുതുകയെന്ന് പറഞ്ഞു. അതിന്റെ ബ്രാഞ്ചസ് കാണാം. റൈറ്റ് കൊറോണറി ആർട്ടറി ആയി, അയോട്ടയിൽ നിന്നാണ് ആരംഭിക്കുന്നത് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ഉണ്ട്, വിട്ടുകളയാ, നമുക്ക് റൈറ്റ്. ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ നിന്നൊരു ബ്രാഞ്ച് ആരംഭിക്കുന്നുണ്ട്. സോ ദിസ് ദ ഫസ്റ്റ് ബ്രാഞ്ച്, ആദ്യത്തെ ബ്രാഞ്ച്. ഇത് നേരെ മുകളിലേക്കാണ് കയറുക, അല്ലെങ്കിൽ ഇറ്റ് ഗോസ് അപ്പ്, മൂവ്സ് അപ്പ് എന്ന് പറയാം. സോ എങ്ങടേക്കാണ് പോകുന്നത്? ആൻഡ് ഇത് നമുക്കറിയാം റൈറ്റ് ഏട്രിയാണ്. റൈറ്റ് ഏട്രിയയിൽ SA നോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, SA നോഡ്. ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഇതിനെ നമുക്ക് റൈറ്റ് സൈനോ ഏട്രിയൽ നോഡൽ ആർട്ടറി, SA നോഡൽ ആർട്ടറി എന്ന് വിളിക്കും. സോ ദിസ് ഈസ് SA നോഡൽ ആർട്ടറി. സോ ഇതാണ് ഫസ്റ്റ് ബ്രാഞ്ച്. ഇനി റൈറ്റ് കൊറോണറി ആർട്ടറി താഴത്തോടെ വെൻട്രിക്കിൾസിലേക്ക് ഇങ്ങ് നീങ്ങും. വെൻട്രിക്കിൾസിലേക്ക് വന്നിട്ട് ഇവിടെ എത്തിയ ശേഷം വീണ്ടും ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ഈ ബ്രാഞ്ചിനെ നമ്മൾ റൈറ്റ് മാർജിനൽ ആർട്ടറി എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് റൈറ്റ് മാർജിനൽ, റൈറ്റ് എന്ന് എഴുതുക, മാർജിനൽ ആർട്ടറി. മാർജിനൽ ആർട്ടറി മീൻസ് ഹൃദയത്തിന്റെ ആ സൈഡിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ടാണ് മാർജിനൽ ആർട്ടറി. വേറൊരു പേര് വേണമെങ്കിൽ നമുക്ക് അക്യൂട്ട് മാർജിനൽ ആർട്ടറി, റൈറ്റിന് പകരം അക്യൂട്ട് എന്ന് എഴുതിയാൽ മതി. അക്യൂട്ട് രണ്ടായാലും സെയിം ആണ്. ദെൻ ഇവിടെ വെച്ചിട്ട് ഇത് ഹൃദയത്തിന്റെ പുറകു ഭാഗത്തേക്ക് തിരിയുന്നുണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറി പുറകു ഭാഗത്തേക്ക്, പോസ്റ്റീരിയർ, പുറകു ഭാഗത്തെ നമ്മൾ പോസ്റ്റീരിയർ സൈഡ് എന്നാണ് പറയാം, പുറകു ഭാഗത്തേക്ക് നീങ്ങുന്നു. സോ ഇതിന് നമ്മൾ വിളിക്കുന്നത്, ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുക പോസ്റ്റീരിയർ ആണ്. അതുകൊണ്ട് പോസ്റ്റീരിയർ എന്ന് ആദ്യം എഴുതുക. ഡിസെൻഡിങ് ആർട്ടറി എന്നാണ് വിളിക്കുക. പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആയിട്ട് പുറകുവശത്തേക്ക് പോകും. വേറൊരു പേര് കൂടിയുണ്ട്, പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി. ഡിസെൻഡിങ്ങിന് പകരം ഇന്റർ എന്ന് എഴുതുക, വെൻട്രിക്കുലാർ. ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് രണ്ട് വെൻട്രിക്കിളിനിടയിലുള്ള സ്പേസ് ആണ് നമ്മൾ ആ സെപ്റ്റം, ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം. ആ സെപ്റ്റത്തിലൂടെയാണ് പോകുന്നത്, പുറകുവശത്തുള്ള സെപ്റ്റത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് പോസ്റ്റീരിയർ ഡിസെൻഡിങ് എന്നോ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറിയോ എന്നോ നമുക്ക് വിളിക്കാം. ഇനി ഇവിടെ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. മിക്കവാറും മനുഷ്യരിൽ ഇത് നമ്മൾ പറഞ്ഞത് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഓർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി, ഇത് ഉണ്ടാവുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി. പക്ഷെ ചില ആൾക്കാരിൽ അത് ഉണ്ടാവുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എന്നായിരിക്കും. ചില ആൾക്കാരിലോ അത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ജോയിന്റ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ജോയിന്റ് ആർട്ടറി ആയിരിക്കും. സോ വലതുവശത്തുള്ള റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്നുണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ റൈറ്റ് ഡോമിനന്റ് ഹേർട്ട് എന്നായിരിക്കും വിളിക്കുക. ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ ലെഫ്റ്റ് ഡോമിനന്റ് ഹേർട്ട് എന്നാണ് വിളിക്കുക. രണ്ടിൽ നിന്നാണെങ്കിൽ കോ ഡോമിനന്റ് ഹേർട്ട് എന്നായിരിക്കും വിളിക്കുക. സോ ബ്ലഡ് സപ്ലൈ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ഉണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത ആർട്ടറിൽ നിന്നുണ്ടാകാം, രണ്ടിൽ നിന്നും വേണമെങ്കിൽ ഉണ്ടാകാം. ഇനി ഒരു ബ്രാഞ്ച് കൂടിയുണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന് ഏകദേശം ഇവിടെ നിന്ന് ഒരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് AV നോഡാണ്, AV നോഡിലേക്ക്. സോ അത് നമ്മൾ AV നോഡൽ ആർട്ടറി എന്നും കൂടി വിളിക്കാം. സോ ഇതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി. നമുക്ക് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി നോക്കാം. ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും അതിന്റെ ബ്രാഞ്ചസും ഏതെല്ലാമാണ് എന്ന് നോക്കാം. സോ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ അത് വീണ്ടും രണ്ടാകുകയാണ്. സോ വൺ ഈസ് ലെഫ്റ്റ്, ഇത് താഴത്തേക്ക് പോകുന്നത് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആണ്. ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, നമുക്കതിനെ ലാഡ എന്ന് വിളിക്കാം. ഓർ വേറൊരു പേര് അതിനെ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി എന്ന് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വെൻട്രിക്കിൾ. സോ ഇത് വെൻട്രിക്കിൾസ് ലെഫ്റ്റ് റൈറ്റും ഇത് വെൻട്രിക്കിൾ ലെഫ്റ്റും ആണെങ്കിൽ അതിനിടയിലുള്ള സെപ്റ്റത്തിലൂടെയാണ് പോവുക. സോ അതിനെ നമ്മൾക്ക് ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി എന്നും വിളിക്കുക. രണ്ട് പേരുകൾ വിളിക്കാം. ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് ഇതാണ്. രണ്ടാമത്തെ ബ്രാഞ്ചിന് നമ്മൾ ലെഫ്റ്റ്, ഇടതുവശത്തെ രണ്ട് ലെഫ്റ്റ് ആണ്, സർക്കംഫ്ലക്സ് ആർട്ടറി എന്നാണ് വിളിക്കുക. സർക്കംഫ്ലക്സ് ആർട്ടറി. ഇതിങ്ങനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മുൻവശത്താണ് വരുന്നതെന്ന് പറഞ്ഞു. ദെൻ അത് പുറകുവശത്തേക്ക് ഹൃദയത്തിന്റെ പോസ്റ്റീരിയർ ഭാഗം. സോ ഹൃദയത്തിന്റെ പോസ്റ്റീരിയർ ഭാഗത്തേക്ക് കൊടുക്കുന്ന ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറിയാണിത്, ലെഫ്റ്റ് സർക്കംഫ്ലക്സ് ആർട്ടറി. ഇനി ഇവിടെ നിന്ന് മൂന്നാമത്തെ ഒരു ആർട്ടറി ഉണ്ട്. ഈ മൂന്നാമത്തെ ആർട്ടറി ഈ മാർജിനൽ സൈഡിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. സോ ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി. റൈറ്റ് സൈഡിലൊരു ഉദാഹരണം ഉണ്ടായിരുന്നു, റൈറ്റ് മാർജിനൽ ആർട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പേര് അക്യൂട്ട് എന്നായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഒബ്റ്റ്യൂസ് എന്ന് വിളിക്കാം.
വിളിക്കാം. സോ അതർ പേര് ഒബ്റ്റ്യൂസ് മാർജിനൽ ആർട്ടറി എന്ന് വിളിക്കാം. ഇനി ലാഡ ഇങ്ങ് താഴത്തേക്ക് വരുന്നു, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി താഴത്തേക്ക് വരുന്നു. ഇത് പിന്നെ പുറകുഭാഗത്തേക്ക് പോകാം, പോസ്റ്റീരിയറിലേക്ക് പോകാം, വേണമെങ്കിൽ പോകാതെയും ഇരിക്കാം. പോകാതെ ഇരിക്കുന്ന എവിടെയാണ്? റൈറ്റ് ഡോമിനന്റ് ഹാർട്ടിലാണെങ്കിൽ ഇത് പോകേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ഡോമിനന്റ് ഹാർട്ടിലാണെങ്കിൽ ഇതായിരിക്കും പോവുക, അല്ലെങ്കിൽ കോ ഡോമിനന്റ് ഹാർട്ടിലാണെങ്കിലും ഇത് പോകും. ഇതും വരും, ഇവിടെ നിന്നുള്ളതും വരും. അപ്പൊ ഇനി നമുക്ക് വെയിൻസിനെ പറ്റി പറയാം. വെയിൻസ് പറയുമ്പോഴത്തേക്കും പേര് കൊറോണറി വെയിൻ എന്നാണ്. മറ്റേത് കൊറോണറി ആർട്ടറി ആണെങ്കിൽ ഇതിപ്പോ കൊറോണറി വെയിൻസ് ആയിരിക്കും. 3 എണ്ണമാണ് പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടന്റ്. ഒന്ന് ഗ്രേറ്റ് കാർഡിയാക് വെയിൻ ഉണ്ട്, 2 മിഡിൽ കാർഡിയാക് വെയിൻ ഉണ്ട്, ദെൻ സ്മോൾ കാർഡിയാക് വെയിൻ. സോ ഇത് 3 പ്രധാനപ്പെട്ടത്. പിന്നെ ഉള്ളത് റൈറ്റും ലെഫ്റ്റും. ഇവിടെ ഈ പോകുന്നത് ഇൻഫീരിയർ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാർജിനൽ ആണ്. മാർജിനൽ വെയിൻസ് ഉണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. മാർജിനൽ വെയിൻസ് ആർ ഓൾസോ. ഇനി ഇത് എല്ലാം അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നാണ് അവസാനിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാർഡിയാക് സൈനസിലാണ് അവസാനിക്കുക. സോ അങ്ങനെയാണ് ഇംപ്യൂർ ബ്ലഡ് ഇവിടെ വന്ന് ചേരുക, വീണ്ടും അത് ലങ്സിലേക്ക് കൊടുക്കണമല്ലോ. സോ ഗ്രേറ്റ് കാർഡിയാക് വെയിൻ അത് ആരംഭിക്കുന്നത് അപെക്സിൽ നിന്നാണ്, ഹൃദയത്തിന്റെ അപെക്സിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് പാരലൽ ടു ദ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ലാഡയ്ക്ക് പാരലൽ ആയിട്ട് പോകുന്ന ആർട്ടറി വെയിൻ ആണ് ഇത്. സോ ദിസ് ഈസ് കൗണ്ടർ ടു LCA ഓർ LADA. ദെൻ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഓപ്പോസിറ്റ് ആണ് ദ ഗ്രേറ്റ് കാർഡിയാക് വെയിൻ. സോ അത് നമ്മളിപ്പോൾ പറഞ്ഞു. സോ ഗ്രേറ്റ് കാർഡിയാക് വെയിൻ എന്ന് വെച്ചാൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിക്ക് ഓപ്പോസിറ്റ് ആണ്. മറ്റേത് 2 മീഡിയൽ കാർഡിയാക് വെയിനും സ്മോൾ കാർഡിയാക് വെയിനും ഇറ്റ് ഈസ് കൗണ്ടർ ടു റൈറ്റ് കൊറോണറി ആർട്ടറി. ഇത് രണ്ടും റൈറ്റ് കൊറോണറി ആർട്ടറിക്ക് കൗണ്ടർ ആണെങ്കിൽ ഇത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിക്ക് കൗണ്ടർ ആയിട്ട് പോകുന്ന വെയിൻ ആണ്. എല്ലാം നമുക്കറിയാം, ഒരു ആർട്ടറി വരികയാണെങ്കിൽ അതിന് പകരം കൗണ്ടർ ആയിട്ട് ഒരു വെയിനും തിരിച്ചു പോകുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നമുക്കറിയാം, അത് ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ അത് പേടി, ഭയം, അല്ലെങ്കിൽ സ്ട്രെസ്, ഫൈറ്റ്, ഫിയർ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൊറോണറി ആർട്ടറീസ്. സോ കൊറോണറി ആർട്ടറീസ് വിൽ ഗെറ്റ് ഡയലേറ്റഡ്. ഇങ്ങനെയാണ് ഇരുന്നെങ്കിൽ ദാറ്റ് വിൽ ഗെറ്റ് ഡയലേറ്റഡ്. ആർട്ടറി ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടത്തേക്ക് കൂടുതൽ ബ്ലഡ് എത്തും. സോ ഹൃദയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് ആവശ്യമുള്ള സമയമാണ് പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ നമ്മൾ സംഘർഷത്തിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥ. ഓപ്പോസിറ്റ് ഇത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണെങ്കിലാണ്. ഇത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണെങ്കിൽ ഇത് ഡയലേറ്റ് ചെയ്യില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുക. സോ ആ സമയത്ത് ഹൃദയത്തിന് അധികം ബ്ലഡ് സപ്ലൈ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മൂഡിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡിസീസ് കണ്ടീഷനാണ്. സോ ഈ ബ്ലഡ് സപ്ലൈ, ഹൃദയത്തിലേക്കുള്ള ഈ ബ്ലഡ് സപ്ലൈ എസ്പെഷ്യലി കൊറോണറി ആർട്ടറീസ് തടസ്സപ്പെട്ടാൽ ഉണ്ടാകുന്ന അസുഖമാണ് കൊറോണറി ഹേർട്ട് ഡിസീസ്, CHD, കൊറോണറി ഹേർട്ട് ഡിസീസ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ IHD, ഇഷ്കീമിക് ഹെർട്ട് ഡിസീസ്. ഇഷ്കീമിയ മീൻസ് ഓക്സിജൻ കുറയുന്ന അവസ്ഥയാണ് ഇഷ്കീമിയ എന്ന് പറയാം. സോ ഇങ്ങനെയാണ് സാധാരണ അതിന് പറയാം. സോ ഇവയെല്ലാം ഹൃദയത്തിന്റെ അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ആണ് തടസ്സപ്പെടുത്തുന്നത്. നമുക്കറിയാം ഹൗ ഇമ്പോർട്ടന്റ് ഈസ് ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട്. ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെ വളരെ പ്രധാനമാണ്. സോ ഇത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്ലഡ് സപ്ലൈയിൽ അത്തീറോസ്ക്ലീറോസിസ് ഉണ്ടാവുന്നതാണ്. അത്തീറോസ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ കൊഴുപ്പ് കട്ടകൾ വന്നടിയുകയാണ്, തടസ്സം ഉണ്ടാക്കുക, രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. സോ ഇത് നമ്മൾ പ്ലേക്ക് എന്നാണ് വിളിക്കുക, പ്ലേക്ക്. സോ ഇത് നിങ്ങൾ അത്തീറോസ്ക്ലീറോസിസ് പഠിക്കുമ്പോൾ പഠിക്കും. ഇങ്ങനെ തടസ്സം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഹൃദയത്തിന്റെ 3 സ്ഥലങ്ങളിലാണ്, 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഏറ്റവും പ്രധാനം ഇവിടെയാണ്, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഇതാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. നമ്മുടെ വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ ആണ്. സോ ഇവിടെയാണ് 40 to 50% ആൾക്കാരിലും ബ്ലോക്ക് വരിക. സോ ദിസ് ഈസ് ഡേഞ്ചറസ് ബ്ലോക്ക് ആയിരിക്കും, ബിക്കോസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ അവിടത്തേക്ക് ബ്ലഡ് സപ്ലൈ കിട്ടാതായി കഴിയുമ്പോഴത്തേക്കും സീരിയസ് പ്രശ്നമാണ്. ഇനി രണ്ടാമത്തേത് റൈറ്റ് കൊറോണറി ആർട്ടറിയിലാണ്. ഏകദേശം ഇവിടെ റൈറ്റ് കൊറോണറി ആർട്ടറിയിലാണ് രണ്ടാമത്തെ സെക്കൻഡ്, റൈറ്റ് കൊറോണറി ആർട്ടറിയിലാണ് സെക്കൻഡ് ബ്ലോക്ക്. അവിടുത്തെ 30 to 40% വരെ ഇവിടെയാണ് ബ്ലോക്ക്. ജനങ്ങളിൽ എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുക. മൂന്നാമത്തത് ഉണ്ടാകുന്നത് ഇവിടെയാണ്, ലെഫ്റ്റ് സർക്കംഫ്ലക്സ്. ഈ ആർട്ടറി, ലെഫ്റ്റ് സർക്കംഫ്ലക്സ് ആർട്ടറിയിൽ ഉണ്ടാകുന്നത് ഏകദേശം 15 to 20% ജനങ്ങളിൽ ബ്ലോക്ക്. സോ 100 പേര് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കാണാൻ ചാൻസ് ഇവിടെയാണ്, ദെൻ ഇവിടെയാണ്, ദെൻ ഇവിടെയാണ്. സോ ഇങ്ങനെ ബ്ലോക്ക് വന്നാൽ എന്താ പ്രശ്നം? അങ്ങനെ ബ്ലോക്ക് ഇപ്പോൾ ബ്ലഡ് വരുന്നില്ല. ഇവിടെ വരികയാണെങ്കിൽ ഇത്രയും ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെയാകും. ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ ആ ഭാഗം ഫൈബ്രോട്ടിക് ആകും. സോ അതിനാണ് നമ്മൾ MI, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ നമ്മൾ പറയുന്നതാണ്, മരണമൊക്കെ സംഭവിക്കാവുന്ന കാരണമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊറോണറി സർക്കുലേഷനെ കുറിച്ച് പറയാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.